ഒരു ശരാശരി മലയാളി തൻ്റെ ടോട്ടൽ ഏണിങ്സിൻ്റെ 75% സ്പെൻഡ് ചെയ്യുന്നത് ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എന്ന തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ വീടിനെ കുറിച്ചോ അറിയാൻ ഏതൊരു മലയാളിക്കും ഒരു പ്രത്യേക താല്പര്യം കാണും. ഇന്ന് നമ്മളോടൊപ്പം ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ 35 വർഷത്തിലധികം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയർ കൂടെ ആയിട്ടുള്ള റേഗേറ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ MD ആയ മിസ്റ്റർ പോൾ തോമസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി, കാലിക്കറ്റിലെ മാർക്കറ്റ് സിറ്റുവേഷൻ, ഫ്ലാറ്റ് പർച്ചേസ് തുടങ്ങിയ എല്ലാ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം സർ. നമസ്കാരം സർ, മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് ഈ കൊറോണ എന്ന മഹാമാരിക്ക് ശേഷം റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു അഭൂതപൂർവമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് ഒരേ സമയം പോസിറ്റീവാണ്, നെഗറ്റീവാണ്. ഈ ഒരു സിനാരിയോ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കറിയാം, ഈ കൊറോണ എന്ന് പറയുന്ന സംഭവത്തിന് ശേഷം നമ്മുടെ ഇൻഡസ്ട്രി ശരിക്കും നന്നായി ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് എന്തായിരുന്നു അതിനെക്കാട്ടിയും വളരെ ഒരു ബൂമിങ് മാർക്കറ്റാണ്. എസ്പെഷ്യലി കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ മലബാറിൽ വരെ അതിൻ്റെ ചേഞ്ചസ് നന്നായിട്ട് കാണാനുണ്ട്. പക്ഷേ ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഒരു അവയർനെസ് കുറവുണ്ടോ. നമുക്ക് കാലിക്കറ്റിൽ കൂടുതൽ പ്രോജക്ട്സുകൾ വരുന്നുണ്ട്, പക്ഷേ ആളുകൾ എസ്പെഷ്യലി നമ്മുടെ മലബാർ മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും എബ്രോഡിലുള്ള NRIs ഒക്കെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ പ്രോജക്റ്റിനെ പറ്റി കൂടുതൽ അറിവില്ലാത്തുള്ളൊരു പ്രോബ്ലം ഞങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു ബിൽഡർ ഇവിടെ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് അധികം ടൈം എടുക്കാതെ തന്നെ പ്രോജക്റ്റുകളെല്ലാം സെയിലായി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ കാലിക്കറ്റ് ഒരു നല്ലൊരു ബൂമിംഗ് മാർക്കറ്റ് ആണെന്നുള്ളതാണ്. എസ്പെഷ്യലി ഞങ്ങളുടെ പ്രൊജക്റ്റിലും ഞങ്ങളുടെ പഴയ പ്രൊജക്റ്റിലെ എല്ലാ സ്റ്റോക്കും ഓൾറെഡി കഴിഞ്ഞു. ഇപ്പം ഞങ്ങളുടെ പുതിയ പ്രൊജക്റ്റ് ഞങ്ങൾ 2 ലോഞ്ച് ചെയ്ത് തന്നെ അതിലും നല്ല എൻക്വയറിയും നല്ല സെയിലും ഞങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓക്കെ സർ, പൊതുവേ റേഗേറ്റ് ബിൽഡേഴ്സിൻ്റെ ഒട്ടുമിക്ക പ്രോജക്റ്റുകളും ഒരു അഫോർഡബിൾ സെഗ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി സാർ ഇപ്പോൾ പറഞ്ഞ 2 പ്രോജക്റ്റുകൾ ഒരു ലക്ഷറി സെഗ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. പെട്ടെന്ന് ഇതിൽ നിന്നുണ്ടായ ഒരു ചേഞ്ച് സാർ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ അതിന്? ആക്ച്വലി ഞങ്ങൾ അങ്ങനെ വലിയൊരു സ്വിച്ചിങ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരത്തെ പ്രൊജക്റ്റും അഫോർഡബിൾ പ്രൈസ് പ്രൊജക്റ്റുകളായിരുന്നു, ഒരു മിഡിൽ സെഗ്മെന്റ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ അതിൽ ഞങ്ങൾ അമ്യൂണിറ്റീസ് ഒന്നും അധികമായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രൊജക്റ്റുകളൊക്കെ കുറച്ചുകൂടി ഒരു മെഗാ പ്രൊജക്റ്റ് ആയതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ കുറച്ചുകൂടി അമ്യൂണിറ്റീസ് നന്നായി ചെയ്ത് ഇപ്പോൾ ഒരു ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻസ് കൊടുത്തുകൊണ്ടുള്ള പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ പ്രൈസിൽ ഇപ്പോഴും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പം ബഡ്ജറ്റിലുള്ള ആളുകളെയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, അല്ലാതെ ഒരു ഹൈ എൻഡ് സ്പെക്കിലുള്ള എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെയും നമുക്ക് ഇതിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ടിനും ഇടയിലുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് ശരിക്കും ഞങ്ങൾ ഫോളോ ചെയ്യുന്നതും അതിലുള്ള 2 കൂട്ടരെയും ഞങ്ങൾക്ക് ഇതിലേക്ക് ഈ പ്രൊജക്റ്റിലേക്ക് ഞങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. സാർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 13ാമത്തെയും 14ാമത്തെ പ്രൊജക്റ്റാണ് സാർ ഇപ്പോൾ അനൗൺസ് ചെയ്തത്, ലോറൽ ഹെവനും ലിൻഡേൽ പാർക്കും. ഈ 8 വർഷ കാലയളവിൽ സാർ ഏകദേശം 9 പ്രൊജക്റ്റുകളും ഹാൻഡ് ഓവർ ചെയ്തും കഴിഞ്ഞു. ഈ സാധാരണ ബിൽഡേഴ്സൊക്കെ ഈ ഹാൻഡിങ് ഓവറൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് സാർ ഇത്രയും ഒരു കറക്റ്റ് ഓൺ ദ ഡോട്ട് സാറിന് ഇത് ഫിനിഷ് ചെയ്യാനും പുതിയ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ഞങ്ങൾക്ക് ആ ടെക്നിക്ക് ഒന്ന് പറഞ്ഞുതരാമോ? ഓക്കെ. ആക്ച്വലി ഞാൻ 35 ഇയേഴ്സിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു എഞ്ചിനീയറാണ് ആക്ച്വലി. അപ്പം ഞാൻ ഇൻഡസ്ട്രിയിൽ 35 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ പൾസ് നന്നായിട്ട് അറിയാം. തന്നെയുമല്ല, ഈ കാലിക്കറ്റിൽ മാർക്കറ്റിലെ പല ആളുകൾക്കും ഞാൻ ആരാണെന്നും അറിയാം. എസ്പെഷ്യലി ഞാൻ ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു ലീഡിങ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ആളുകൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്തപ്പം ആളുകൾക്കൊക്കെ എന്നോടൊരു താല്പര്യം ഉണ്ടാവുകയും അവർ ഞങ്ങളുടെ പ്രൊജക്റ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും എല്ലാവരും അവർക്ക് ടൈമിന് എനിക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുകയും അവർ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി നല്ലൊരു ക്വാളിറ്റിയിൽ എനിക്ക് പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ കഴിയുകയും ചെയ്തു. മാത്രവുമല്ല, ഞങ്ങളുടെ ഒരു കസ്റ്റമർ കെയർ ഡിവിഷനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ആഫ്റ്റർ സർവീസ് ഞങ്ങൾ വളരെ പ്രോംപ്റ്റായിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ് അക്കാര്യത്തിലൊക്കെ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട് സർക്കിൾ, അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും ഞങ്ങൾക്ക് റെഫറൻസ് തരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു 30-40% സെയിൽ തന്നെ. ഇതാണ് അതിൻ്റെ ഒരു രഹസ്യം. സർ, റെറ അഥവാ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആക്ട് 2019 എല്ലാ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അതായത് കസ്റ്റമർ സൈഡ് എങ്ങനെയാണ് അവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണോ
അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് സാർ അതിൽ സാറിന് പറയാനുള്ളത്? ആക്ച്വലി നിങ്ങൾക്കറിയാലോ മരട് ഇഷ്യൂ എറണാകുളത്തുണ്ടായതൊക്കെ അറിയാലോ. അപ്പോൾ ആക്ച്വലി ഇതേപോലെയുള്ള ഒരു റെഗുലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അന്ന് സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോൾ റെറ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ അതിനുശേഷം എല്ലാ പ്രൊജക്റ്റുകളും അവരിൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ സ്ട്രിക്റ്റ് മോണിറ്ററിങ്ങിലൂടെയാണ് ഓരോ പ്രൊജക്റ്റും പോകുന്നത്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ഓഡിറ്റിങ് കാര്യങ്ങളെല്ലാം അതിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. ബിൽഡറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറേ അസൗകര്യങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും കസ്റ്റമറെ സംബന്ധിച്ച് അവരെ 99% അവരെ മാത്രം പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഒരു റൂളാണ് അതിനകത്തുള്ളത്, ബിൽഡറിനെ അല്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് റെറയിൽ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംബന്ധിച്ച് അവർ വളരെ സേഫ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റെറ വളരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷമുള്ള ഗവൺമെൻറ് ലെവലിലുള്ള ഞങ്ങളുടെ ഈ പെർമിറ്റ് കിട്ടുന്നതിലും ഇങ്ങനെയൊക്കെയുള്ളതിലുള്ള കാലതാമസം ഞങ്ങളെ സംബന്ധിച്ച് ശരിക്കും അത് ബാധിക്കുന്നു. അപ്പോൾ ബിൽഡറിന് ശരിക്കും അതുകൊണ്ട് കുറേ അസൗകര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും വളരെ നല്ലൊരു ബോഡിയാണ് ശരിക്കും റെറ എന്ന് പറയുന്നത്. പൊതുവെ ഒരു ഓൺ ദ ഡോട്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഈ എല്ലാ ബിൽഡേഴ്സും ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഈ 2019 തീർച്ചയായും അതിനുശേഷമാണ്. അങ്ങനെ ഒരു എന്താ പറയുക, എല്ലാവരും നേരത്തെ 3 വർഷം 4 വർഷം 5 വർഷമുള്ള പ്രൊജക്റ്റുകളിൽ ഡിലേ ഉണ്ടാവുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രോംപ്റ്റ് ഡിലേ ഉണ്ട്. ഡിലേ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഹെവി കോമ്പൻസേഷനാണ് റെറ ശരിക്കും അനൗൺസ് ചെയ്യുന്നത്. അപ്പം ഈ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റില്ല സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ, അതിന്റെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് റെറയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഓരോ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിലും അവരുടെ സ്പെസിഫിക്കേഷൻസും അവരുടെ വർക്ക് പ്രോഗ്രസ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെറയുടെ സൈറ്റിൽ നിന്ന് തന്നെ അറിയുന്നുണ്ട്. തന്നെയല്ല ഇപ്പോൾ QR കോഡ് നമ്മൾ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അതിനകത്ത് QR കോഡ് കാണിക്കുന്നുണ്ട്. ആ QR കോഡിൽ പോയാൽ തന്നെ നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അതിനകത്തുള്ള എല്ലാ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. സർ, നിലവിലെ സാഹചര്യത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷനൊക്കെ പുറമെ പോയി അവിടെ അങ്ങോട്ട് മൈഗ്രേറ്റ് ആയി അവിടെ പോയി സെറ്റിൽ ആവുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അതേസമയം തന്നെ പുറമേയുള്ള, അതായത് GCC കൺട്രീസ് പോലുള്ള പുറമേയുള്ള കൺട്രീസ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ വെൽക്കമിങ് ആയിട്ട് കൊടുക്കുന്നുമുണ്ട്. അപ്പം ഇവിടെ നിന്നുള്ള പല ഇൻവെസ്റ്റേഴ്സും അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട്. അത് ശരിക്കും നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് സാറിന് അതിൽ പറയാനുള്ളത്? ആക്ച്വലി നിങ്ങളുടെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇവിടുന്ന് കുട്ടികളെല്ലാം പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നൊരു വിഷയം. ആക്ച്വലി അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും ബിൽഡേഴ്സ് സെഗ്മെൻറ്റ് കുറച്ചും കൂടെ അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ കുട്ടികൾ പോകുന്നത് ശരി, അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കുറയുന്നതുകൊണ്ടാണ്. പക്ഷേ ബിൽഡേഴ്സിനെ സംബന്ധിച്ച് അവർ പാരൻസ് ഒരിക്കലും അവരുടെ കുട്ടികളുടെ പോലെ അവിടെ പോയി സെറ്റിൽ ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് നാട്ടിൽ അവർക്ക് സേഫായിട്ട് സെക്യൂർഡായിട്ട് അവർക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ഫ്ലാറ്റുകളാണ്. അപ്പോൾ ആക്ച്വലി അവർക്ക് ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അവർക്ക് എല്ലാ അമ്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റിൽ അവർക്ക് സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റും. അപ്പോൾ സംബന്ധിച്ച് ആ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് സൈഡ്. ഇനി രണ്ടാമത്തെ ആംഗിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ GCCയിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്, എസ്പെഷ്യലി ദുബായ് മാർക്കറ്റിലേക്കൊക്കെ കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നു. ആക്ച്വലി അതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് ഒരു സാച്ചുറേഷൻ ഉണ്ടാവേണ്ട ഒരു കാലം വരും. കാരണം വെച്ചാൽ അവിടുത്തെ ഡിമാൻഡിനെക്കാട്ടിയും കൂടുതൽ അവിടെ സപ്ലൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റെൻ്റൽ വാല്യൂ ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് എന്നും വീട് ഇവിടെ ഒരു ആവശ്യമാണ്. ഇവിടെ എപ്പോഴും അതിനനുസരിച്ചുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗൾഫിനെക്കാട്ടിയും കൂടുതൽ ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഗ്രാജുവലി അത് ആളുകൾക്ക് മനസ്സിലായി വരും. തീർച്ചയായും തിരിച്ച് അത് ഇങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ തന്നെ അവിടെയുള്ള പോളിസി ചേഞ്ചസ് ഒക്കെ മേ ബി അഫക്ട് ചെയ്യാം. അതെ, അവിടെ ഗവൺമെന്റ് അത് വെച്ചാൽ അവിടെ ഒരു കിങ്ങിന്റെ റൂളിലാണ് അവിടെ ഭരിക്കുന്നത്. അത് അവർക്ക് എന്നും റൂൾസ് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഒരിക്കലും അത് 100% നമുക്ക് പറയാൻ പറ്റില്ല ഇതെന്നും നാളെ ഉണ്ടാവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരു സോൾ ഡിസിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ പോലെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തായാലും ഉണ്ടാവും എന്നാണ് സാർ പറയുന്നത്. സർ, 2 ലക്ഷറി പ്രോജക്റ്റാണ് സാർ ഇവിടെ കാലിക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സൈമിൾട്ടേനിയസ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള 2 പ്രോജക്ട്സ് ആണ്. അപ്പം ആ പ്രോജക്ട്സിനെ കുറിച്ച് ഞങ്ങളുടെ വ്യൂവേഴ്സിന് എന്തെങ്കിലും കുറച്ചൊരു ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും തരുവാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ഞങ്ങൾക്ക് ശരിക്കും 2 പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തൊണ്ടയാട് ബൈപ്പാസ് റോഡിൽ തൊണ്ടയാട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഹൈവേ ഫ്രണ്ടേജിൽ തന്നെ ഒരു ബേസ്മെന്റ് പ്ലസ് ഗ്രൗണ്ട് പ്ലസ് ഒരു 14 സ്റ്റോറി ബിൽഡിംഗ്. ഓക്കെ,
അതിൽ ശരിക്കും 61 യൂണിറ്റ്സ് ആണുള്ളത്. ആക്ച്വലി എല്ലാ ഹൈ എൻഡ് അമ്യൂണിറ്റീസും സ്വിമ്മിംഗ് പൂളും റൂഫ് ടോപ്പ് പാർട്ടി ഏരിയ എല്ലാ ഹൈ എൻഡ് അമ്യൂണിറ്റീസും നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രൈസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഞങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പ്രൊജക്റ്റ് ഫൗണ്ടേഷൻ സ്റ്റോൺ സെറിമണി കഴിഞ്ഞു, ജസ്റ്റ് ഇപ്പോൾ പൈലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി രണ്ടാമത്തെ പ്രൊജക്റ്റ് നമ്മൾ കോട്ടുളിയിൽ മാവൂർ റോഡിനോട് ചേർന്നിട്ട് 500 മീറ്റർ മാറിയിട്ട് ഒരു സിറ്റി തന്നെ ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് 138 യൂണിറ്റ്സ് ഉള്ള ഒരു 2 ടവറായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. 138 യൂണിറ്റ്സ്. അതിലും ഈ റെറയുടെ അപ്രൂവൽ കിട്ടി. ഞങ്ങൾ ഫൗണ്ടേഷൻ സ്റ്റോൺ സെറമണി തുടങ്ങിയിട്ടില്ല, അത് ആയിട്ടില്ല. അത് ഒരു കുറച്ച് ഒരു 2-3 വീക്സ് കൊണ്ട് അതും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സൈമൾട്ടേനിയസ്ലി 2 പ്രൊജക്റ്റും ഒരേ പ്രോഗ്രസ്സിൽ തന്നെ പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ ടൈം ഫ്രെയിമിൽ തന്നെ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പം അഫോർഡബിൾ പ്രൈസിൽ ഒരു ഹൈ എൻഡ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് കാലിക്കറ്റിൽ സ്വന്തമാക്കാൻ റൈഗേറ്റിൽ തീർച്ചയായും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഒരു ജെന്യുവൻ ബയേഴ്സിനുള്ളൊരു ഓപ്ഷനാണ്. സാർ, ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ കൂടി. 2 ലക്ഷറി പ്രൊജക്റ്റാണ് സാർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വരുന്നത് ഒരു ക്രിസ്മസും ഒരു ന്യൂ ഇയറും ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ ക്ലയൻസിനും നമ്മുടെ വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഓഫർ സാർ ഇതിൽ കരുതി വെച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഈ വരുന്ന 28th ഫെബ്രുവരി വരെ നമ്മളെ സംബന്ധിച്ച് 2 പ്രൊജക്റ്റിന് ഞങ്ങൾ ലോഞ്ച് ഓഫേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഐഡിയൽ ടൈം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ലോഞ്ച് ഓഫറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഒരു സമയം. അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ബയേഴ്സിനും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഞങ്ങളുടെ ഒരു ഓഫേഴ്സാണ് ഇപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 28 വരെയാണ് സാർ ഈ ഓഫർ പറയുന്നത്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും സമയം നമ്മളോടൊപ്പം ഈ കാലിക്കറ്റ് മാർക്കറ്റ് സിറ്റുവേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ, പിന്നെ സാറിൻ്റെ 2 പ്രോജക്ട്സ്, അതിലുള്ള സ്പെഷ്യൽ ഓഫേഴ്സ് എല്ലാം നമ്മളോട് ഡിസ്കസ് ചെയ്തതിന് വളരെയധികം നന്ദി. അപ്പം സാറിൻ്റെ എല്ലാ പ്രോജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.